ഹായ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ സ്റ്റോറീസ്. ഇന്ന് നമ്മൾ അധികം കുഴക്കുകയോ അല്ലെങ്കിൽ മാവ് പരത്തുകയോ ഒന്നും ചെയ്യാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ആലു പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ആലു പറാത്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഏറ്റവും എളുപ്പത്തിൽ രുചിയിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആലു പറാത്തയാണ്. അപ്പോൾ ആലു പറാത്ത തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 പൊട്ടറ്റോ പുഴുങ്ങി നല്ലപോലെ മാഷ് ചെയ്ത് നല്ലപോലെ പൊടിച്ച് വെച്ചതാണ്. ഈ ഉരുളക്കിഴങ്ങ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ആലു പറാത്തയുടെ ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സബോള നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഈ ഒരു പച്ചമുളകാണ് നല്ല നൈസായിട്ട് അരിഞ്ഞ 2 പച്ചമുളകും, പിന്നെ കുറച്ച് അരിഞ്ഞ മല്ലിയിലയും കൂടിയാണ് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. വെള്ളം നമ്മൾക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഈ ഒരു മിക്സ് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് അധികം തിക്കുമല്ല അതുപോലെ നല്ല ലൂസും അല്ലാത്ത ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ ആ ഒരു മാവിനെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നോക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു മിക്സ് ആ ഒരു പാകമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളെ മാവ് വേണ്ടത്. അധികം ലൂസും അല്ല അധികം തിക്കും അല്ലാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഈ മാവ് എടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്. ആ ഒരു നോർത്ത് ഇന്ത്യൻ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു ബാറ്റർ നമ്മൾ 2 ടേബിൾ സ്പൂൺ ബാറ്റർ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കുത്തി കൊടുക്കുക. ആ ഒരു തവി കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു ഏകദേശം റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് പാൻ വല്ലാതെ അങ്ങനെ ചൂടാവരുത്. വല്ലാതെ അങ്ങനെ ചൂടാണെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ആലു പറാത്ത ഏകദേശം വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗം ഏകദേശം വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇതേപോലെ മറിച്ചിട്ടിട്ട് അതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ലപോലെ ആ മാവിനെ ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത് 2 സൈഡ് ഏകദേശം ഒന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങനെ 2 സൈഡും ഇതേപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ബട്ടർ തേച്ചിട്ട് നല്ലപോലെ ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റായി വരും ഈ ഒരു ബട്ടർ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ആലു പറാത്ത നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡിപ്പ് തയ്യാറാക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ഒരു ചെറിയ ബൗളിലേക്ക് നമ്മൾ 1/2 കപ്പ് യോഗട്ട് അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വലിയ ഗാർലിക് ആണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് 2 ആക്കി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ഗ്രീൻ ചില്ലി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും, ഇനി കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ നമ്മളുടെ ഡിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു ആലു പറാത്ത നല്ല ടേസ്റ്റാണ്. ഈ ഒരു ഡിപ്പിൽ മുക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കറി നമ്മൾക്ക് ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.